നമസ്കാരം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട 20ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഞാൻ ക്രമത്തിലാണ് ക്ലാസ്സുകൾ എടുത്തത്. 19 ക്ലാസ്സുകൾ, ഞാൻ കഴിഞ്ഞ 19 ക്ലാസ്സുകളുടെയും ലിങ്ക് എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ക്ലാസ്സുകളും 19 ക്ലാസ്സുകളും നിങ്ങൾക്ക് ആ ലിങ്കിൽ നിന്ന് കിട്ടും. ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാൻ വേണ്ടി കഴിയും. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കണ്ടാൽ മതി. അല്ല എല്ലാം തുടക്കം മുതൽ ഒരിക്കൽ കൂടി കഴിഞ്ഞാൽ അങ്ങനെയും ആവാം. ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോളിംഗ് ഓഫീസർമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും വരുത്താവുന്ന ചില മിസ്റ്റേക്കുകളും, ആ, ഏതൊക്കെ സാഹചര്യത്തിലാണ് ആ മിസ്റ്റേക്ക് വരിക, മറ്റൊന്ന് എലക്ഷന്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ ഉള്ള ഒന്ന് രണ്ട് ടിപ്സ്, ഇതൊക്കെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ തലേന്ന് പോളിംഗ് മെറ്റീരിയൽസ് ഒക്കെ കിട്ടി ബൂത്തിൽ ചെന്നാൽ എല്ലാവരും പിന്നെ കവറുകൾ ഒക്കെ സെറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ കവറുകൾ അനക്സർ 22 പ്രകാരം കവറുകൾ ഒക്കെ സെറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് കഴിയുന്നത്ര ഫോറങ്ങൾ ഫില്ല് ചെയ്യാം. ഫോറങ്ങൾ ഫില്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് പോളിംഗ് സ്റ്റേഷൻ നമ്പർ, മറ്റുള്ള കാര്യങ്ങൾ, പിന്നെ ബാലറ്റ് യൂണിറ്റിന്റെ നമ്പർ എഴുതേണ്ടതുണ്ടാവും, ടെൻഡേർഡ് ബാലറ്റ് കിട്ടിയത് എഴുതാനുണ്ടാവും. അത്തരം കാര്യങ്ങളൊക്കെ കഴിയുന്നത്ര ഫോറങ്ങൾ, നമ്മൾ പറഞ്ഞല്ലോ ഫോറങ്ങൾ പല ബുക്ക്ലെറ്റുകളായിട്ടാണ് ഉള്ളത്. ആ ബുക്ക്ലെറ്റുകളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ഫോറങ്ങൾ കഴിയുന്നത്ര പൂരിപ്പിച്ച് അറിയാവുന്നത്ര കാര്യങ്ങൾ ഇലക്ഷന് മുന്നേ ചെയ്യാവുന്നത്ര എഴുത്തുകൾ എഴുതി എല്ലാവരും കൂടി ചെയ്ത് കവറിലാക്കി വെക്കണം. നമ്മൾ കഴിഞ്ഞ ഇലക്ഷനിൽ എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ വൈകുന്നേരം, ഇലക്ഷൻ്റെ അന്ന് വൈകുന്നേരം അയാൾ ബുക്ക്ലെറ്റിലാണല്ലോ ഫോറം എന്ന് വിചാരിച്ചു. അങ്ങനെ ഫോറം ബുക്ക്ലെറ്റിലായതുകൊണ്ട് അദ്ദേഹം ഒന്നും കവറിലാക്കിയില്ല. അങ്ങനെ ഇലക്ഷൻ്റെ അന്ന് വൈകുന്നേരം ആയപ്പോൾ എന്ത് പറ്റി? വോട്ട് ടാലി ആയില്ല. ടാലി ആവാതെ വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കവറിലേക്ക് പിന്നെ ആകെ ഒന്ന് അലങ്കോലപ്പെട്ടു പോയി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മൾ വരാലോ, ഏത് ബൂത്തിലും എന്തും വരാലോ. അപ്പം നമ്മൾ നേരത്തെ തന്നെ കവറിലേക്കൊക്കെ ഫോറങ്ങൾ കയറ്റി വെച്ച് ആവശ്യമുള്ളപ്പോൾ അത് പുറത്തെടുത്ത് വീണ്ടും എഴുതി വീട്ടിലും കയറ്റുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. പിന്നെ പിന്നെ വേറെ പറയാനുള്ളത്, ഡിസ്റ്റിങ്വിഷൻ മാർക്കും പ്രിസൈഡിംഗ് ഓഫീസർ സീലും. പ്രിസൈഡിംഗ് ഓഫീസർ സീല് വെക്കുന്നിടത്തൊക്കെ, ഒപ്പിടുന്നിടത്തൊക്കെ ഒരു സീലും കൂടി നേരത്തെ അങ്ങ് വെച്ചു, തലേന്ന് വെച്ചിടാലോ. ഡിസ്റ്റിങ്വിഷൻ മാർക്ക് എന്ന് പറയുന്നത് ഒരു ബൂത്തിനെ തിരിച്ചറിയാനുള്ള മാർക്കാണ്. അത് എല്ലാ ഫോറത്തിലും കവറിന്റെ മുകളിലേക്കൊക്കെ വെച്ചോട്ടെ, പിന്നെ എന്തിനാ ഈ സാധനം എന്നാണ് ആൾക്കാർ ചോദിക്കുക. അപ്പോൾ ആ സാധനം തന്നിട്ടുണ്ടെങ്കിൽ, അവൈലബിൾ ആണെങ്കിൽ അത് പിന്നെ വെക്കാൻ നമ്മൾ 1-2 മിനിറ്റിന്റെ പണിയല്ലേ ഉള്ളൂ. അതിലൊരു പിശുക്ക് കാണിക്കേണ്ട. എല്ലാത്തിലും ഡിസ്റ്റിങ്വിഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് വെക്കുക. പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടുന്നിടത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സീലുണ്ട്, ആ സീലും അങ്ങ് വെക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല. ഇലക്ഷൻ പ്രോസസ്സ് ഒരിക്കൽ കൂടി ഞാൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ക്രമത്തിൽ പറയട്ടെ. ഫസ്റ്റ് പോളിംഗ് ഓഫീസറത്തേക്ക് വോട്ടർ വരുന്നു. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ ക്രമനമ്പറും പേരും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. അതേ സമയത്ത് തന്നെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ വോട്ടേഴ്സ് രജിസ്റ്ററിൽ ആ ക്രമനമ്പർ നോട്ട് ചെയ്യുന്നു. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ക്രോസ് ആയിട്ട് ഡയഗണലായിട്ട് ചുവന്ന മഷിയിൽ വരയ്ക്കുന്നു. ഇടതുവശത്ത് സ്ത്രീ ആണെങ്കിൽ സീൽ നമ്പർ റൗണ്ട് ചെയ്യുന്നു. പിന്നെ മറ്റൊരു ജെൻഡർ ആണെങ്കിൽ സ്റ്റാർ മാർക്ക് ഇടുന്നു. സെക്കൻഡ് പോളിംഗ് ഓഫീസറത്തേക്ക് വോട്ടർ എത്തുന്നു. ആദ്യം മഷി പുരട്ടുന്നു, ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്നു. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ദെൻ വോട്ടേഴ്സ് രജിസ്റ്ററിൽ ഒപ്പിടുവിക്കുന്നു. അവിടെ ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ പിന്നെ പേര് ഒപ്പുന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഡയറിയിൽ അങ്ങനെ ഒരു ഡയറക്ഷനാണ്, ഒരു വരയിട്ട് പോകുന്ന ഒന്നും സമ്മതിക്കരുത്. പേര് ഒപ്പ് ഇടണമെന്ന് ഡയറിയിൽ പിന്നെ ഹാൻഡ് ബുക്കിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പല ക്ലാസ് എടുക്കുന്നവർ പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്, ഒപ്പിട്ടാൽ മാത്രം മതിയെന്ന് പറഞ്ഞാൽ വളരെ സൗകര്യമാണ്. നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി. സെക്കൻഡ് പോളിംഗ് ഓഫീസർ രജിസ്റ്ററിൽ അവരെ കൊണ്ട് ഒപ്പ് മാത്രം ഇടിച്ചാൽ മതി എന്നാണ് ഡയറക്ഷൻ എങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി തമ്പാണ് വെക്കുന്നതെങ്കിൽ ഇതൊന്നും വേണ്ട, പേരെഴുതേണ്ട ഒരു ആവശ്യമില്ല. തമ്പാണ് വെക്കുന്നതെങ്കിൽ, തമ്പ് ഇംപ്രഷനാണ് വെക്കുന്നതെങ്കിൽ വളരെ സൗകര്യമാണ്, അതൊന്നും ചെയ്യേണ്ടതില്ല. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ സെക്കൻഡ് പോളിംഗ് ഓഫീസറെ രജിസ്റ്ററിൽ മഷി കുത്തി രജിസ്റ്ററിൽ ഒപ്പിടിച്ചു, അല്ലെങ്കിൽ ദെൻ സ്ലിപ്പ് എഴുതി തേർഡ് പോളിംഗ് ഓഫീസർക്ക് കൊടുക്കാൻ വേണ്ടി സ്ലിപ്പ് എഴുതി കൊടുത്തു. തേർഡ് പോളിംഗ് ഓഫീസർ എടുത്തെത്തി. ആ സ്ലിപ്പ് തേർഡ് പോളിംഗ് ഓഫീസർക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, ബാലറ്റ് അമർത്തി. കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് അമർത്തി. വോട്ടർ നേരെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോയി. ബാലറ്റ് അമർത്തുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റിലെ ചുവപ്പ് കത്തി, അവിടെ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പച്ച കത്തി. വോട്ടർ നീല ബട്ടൺ അമർത്തി, സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള നീല ബട്ടൺ അമർത്തി
അപ്പോൾ പച്ച കിട്ടു, ചുവപ്പ് കുത്തി. വീണ്ടും ആ സമയത്ത് തന്നെ വി വി പാറ്റിലെ സ്ലിപ്പ് പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. 7 സെക്കൻഡ് പ്രിന്റ് ചെയ്തു, കണ്ടു, അത് മുറിഞ്ഞ് താഴെ വീണു. കൺട്രോൾ യൂണിറ്റിൽ ഒരു ബീപ്പ് ശബ്ദം കേട്ടു. ആ ബീപ്പ് ശബ്ദം കുറച്ച് സമയം കൊണ്ട് അവസാനിച്ചു. എല്ലാ ലൈറ്റുകളും ഓഫായി. ഇതാണ് പ്രോസസ്സ്. അപ്പൊ നമ്മൾ ഇതില് സംഭവിക്കാവുന്ന ചില പ്രശ്നങ്ങൾ അപ്പം നമ്മൾ ഈ എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥരുടെയും കൂട്ടുത്തരവാദിത്തമാണ്. പ്രിസൈഡിംഗ് ഓഫീസറാണ് എല്ലാം എന്നൊന്നും ആരും ചിന്തിച്ചിരിക്കേണ്ട. ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. എല്ലാവർക്കും അവരവരുടേതായ ജോലികളിൽ ഉത്തരവാദിത്തം ഉണ്ട് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സീരിയസ് അല്ല, അല്ലെങ്കിൽ അലസമായിരുന്നു, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ. നമുക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യങ്ങൾ പിന്നെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് ബോളിംഗ് അലസനാണെന്നോ സെക്കൻഡ് ശരിയല്ലെന്നോ തേർഡ് അങ്ങനെയല്ല പറയുന്നത്. കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ ഓർമ്മിച്ചിരിക്കുക. നമുക്കറിയാലോ, ഒരു പിന്നെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ, പിന്നെ എക്സ്പെക്റ്റഡ് ഫോർ ദി ബെസ്റ്റ് ബട്ട് പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് എന്നാണ്. അതായത് ഏറ്റവും നല്ലത് നമ്മൾ പ്രതീക്ഷിക്കുക, ഏറ്റവും മോശമായതിനെ നേരിടാൻ തയ്യാറെടുക്കുക എന്നാണല്ലോ. അപ്പൊ ഈ ഇലക്ഷന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാം മോശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പ് നമുക്ക് നല്ലതാണ്. അപ്പൊ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ സീരിയസ് ആയില്ല. അദ്ദേഹം പറഞ്ഞ് ഞാനൊരു 10-25 കൊല്ലമായി ഈ പണി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സീരിയസ് ആയില്ല. പോളിംഗ് പിന്നെ അലസമായിട്ടിരുന്നു. എല്ലാ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏജന്റുമാര് എന്തെങ്കിലും പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു. ഉറക്കെ ക്രമ നമ്പറും പേരും ഒക്കെ വിളിച്ചു. എല്ലാത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. തൻ്റെ വർക്കിൽ മാത്രമല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെ പോയി. പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹം ക്രോസ് ആയിട്ട് വരയ്ക്കാൻ വിട്ടുപോയി. ബാക്കിയെല്ലാം ചെയ്തു, ക്രമ നമ്പർ വിളിച്ചു, പേരൊക്കെ വിളിച്ചു, സെക്കൻഡ് അതിൻ്റെ ഡ്യൂട്ടി ഒക്കെ എടുത്ത് പോയി. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് പോളിംഗോ അങ്ങനെ സംഭവിച്ചാൽ പുരുഷനും സ്ത്രീയെയും അപ്പൊ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ അടുത്ത് സ്ലിപ്പ് ഉണ്ടാവും, വെള്ള പേപ്പറിൽ എഴുതി വെച്ച് ആ നമ്പർ സ്ത്രീയും പുരുഷനും വെട്ടാൻ വിട്ടുപോയി. അപ്പുറത്ത് വോട്ടർ പട്ടികയിലും ആ ക്രോസ് മാർക്ക്, ചുവപ്പ് മഷിയിൽ ക്രോസ് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി, ശ്രദ്ധിച്ചില്ല. ബാക്കി ചെയ്തു. പിന്നെ വോട്ടർ സെക്കൻഡിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അപ്പൊ ഫലത്തിൽ എന്ത് വരും? ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എടുത്ത ഒരു വോട്ട് എപ്പോഴും കുറവായിരിക്കും മെഷീനിനേക്കാൾ, അയാളുടെ കണക്കിൽ. ഇത് ഒരു മിസ്മാച്ച് ആണ് അത്. ശരിക്കും ടാലി അല്ലാതെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവരവരുടെ ഡ്യൂട്ടിയിൽ നമ്മൾ ഫുള്ളായിട്ട് ഇൻവോൾവ് ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ദെൻ രണ്ടാമത്തിൽ സെക്കൻഡ് പോളിംഗ് ഓഫീസർ അടുത്തേക്ക് പോയി. സെക്കൻഡ് പോളിംഗ് ഓഫീസർക്ക് പറ്റാവുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. മഷി കുത്തി പെട്ടെന്ന് സ്പീഡ് ചെയ്തു. സ്ലിപ്പിൽ മാത്രം ക്രമ നമ്പർ എഴുതി. വോട്ടേഴ്സ് രജിസ്റ്റേർഡ് സ്ലിപ്പ് കൊടുത്തു. സംഭവിക്കാം, അല്ല നമ്മൾ അശ്രദ്ധ. അങ്ങനെ രജിസ്റ്ററിൽ ഒപ്പിടിക്കാൻ മറന്നുപോയി. മഷിയൊക്കെ കുത്തി രജിസ്റ്ററിൽ ഒപ്പിടിക്കാൻ മറന്നുപോയി, സ്ലിപ്പും കൊടുത്തു പോയി. അപ്പോഴും ടാലിയുടെ പ്രശ്നം അവിടെ വരികയാണ്. ഇത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഫസ്റ്റ് ബോളിംഗ് ഓഫീസർ ക്രമ നമ്പർ വിളിച്ചു പറഞ്ഞപ്പോൾ ഇദ്ദേഹം സെക്കൻഡ് ബോളിംഗ് ആദ്യം സ്ലിപ്പിലാണ് ക്രമ നമ്പർ എഴുതി. നോക്ക്, സ്ലിപ്പിൽ ക്രമ നമ്പർ എഴുതി, മഷി കുത്തി, സ്ലിപ്പ് പൂരിപ്പിച്ചു, തേർഡിലേക്ക് പോയി. ഈ രജിസ്റ്ററിൽ ഒപ്പിടാൻ വിട്ടുപോയി. ഒപ്പിടണം, ക്രമ നമ്പറും എഴുതേണ്ടതുണ്ടല്ലോ. അത് വിട്ടുപോയെങ്കിൽ എന്ത് സംഭവിക്കും? രജിസ്റ്ററും മെഷീനുമായിട്ട് ഒരു വോട്ടിന്റെ വ്യത്യാസം നിലനിൽക്കും. ഇതും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ സാധ്യതകൾ പറയുക മാത്രമാണ് കേട്ടോ, ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. തേർഡ് പോളിംഗ് ഓഫീസർ എടുത്ത് നോക്കുക. തേർഡ് പോളിംഗ് ഓഫീസർക്ക് സ്ലിപ്പ്, സെക്കൻഡ് പോളിംഗ് ഓഫീസർ കൊടുത്ത സ്ലിപ്പ് തേർഡ് പോളിംഗ് ഓഫീസറുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി ബാലറ്റ്, കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തി വോട്ടറോട് പറഞ്ഞു പോയി ചെയ്തോളാൻ പറഞ്ഞു. പോയി ചെയ്തോളാൻ പറഞ്ഞതിന് ശേഷമാണ് അവിടെ ഏജന്റുമാർ എന്തൊക്കെയോ ഒരൊച്ചയൊക്കെ വെച്ചു. പിന്നെ ഇപ്പുറത്ത് ആരാ എന്താന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ പറയുന്നു. ആ ഒച്ചപ്പാടിൽ പിന്നെ തേർഡ് പോളിംഗ് ഓഫീസറും ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയും ആ കൂട്ടത്തിലേക്ക് പോയി. അപ്പോൾ ഈ വോട്ടർ ചെയ്തോളാൻ പറഞ്ഞ വോട്ടർ ഒരു സാധു മനുഷ്യനായിരുന്നു. അയാൾക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയൊന്നും ഇല്ല. അയാൾ ധരിച്ചു ഇതിങ്ങനെയൊക്കെയാണെന്ന് ധരിച്ചു. അയാൾ നേരെ അങ്ങ് പോയി, പുറത്തേക്ക് പോയി. അയാൾ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ കയറുകയില്ല. വോട്ട് ചെയ്യാതെ അയാൾ പോയി. തേർഡ് പോളിംഗ് ഓഫീസറുടെ ശ്രദ്ധയിലും ഇത് വന്നില്ല. അപ്പോൾ അപ്പോഴത്തേക്ക് അടുത്തയാൾ സ്ലിപ്പുമായി വന്നു.
സ്ലിപ്പുമായി വന്ന് നോക്കുമ്പോൾ തേർഡ് പോളിംഗ് ഓഫീസർ നോക്കുമ്പോൾ ഈ ബാലറ്റ് അമർത്താതെ അയാളുടെ കൺട്രോൾ യൂണിറ്റിൽ റെഡ് കത്തി നിൽക്കുകയാണ്. അപ്പൊ അയാള് ഓക്കെ, റെഡ് കത്തി നിൽക്കുകയാണല്ലോ, പിന്നെ അമർത്തേണ്ട ആവശ്യമില്ലല്ലോ, മറ്റേത് അയാളുടെ ശ്രദ്ധ വന്നില്ല. അയാൾ വിചാരിച്ചു ഞാൻ തന്നെ ഇത് അമർത്തിയതാണെന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോ അയാളോടും പറഞ്ഞു നേരെ പോയി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോ എന്ത് സംഭവിച്ചു? അയാൾ പോയി ചെയ്തു. യഥാർത്ഥത്തിൽ ആദ്യം പോയയാൾ ചെയ്യേണ്ട വോട്ടാണ് അതിന്റെ പുറകെ വന്നയാൾ ചെയ്തത് എന്ന കാര്യം ഈ തേർഡ് പോളിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽ വന്നില്ല എന്നാണ്. ഇത് വളരെ അത് സംഭവിക്കാവുന്ന കാര്യമാണ്. പിന്നെ അത് നേരത്തെ ശ്രദ്ധയിൽ വന്നിരുന്നെങ്കിൽ എന്ത് വെക്കാമായിരുന്നു? റെഫ്യൂസ്ഡ് ടു വോട്ടിൽ ആ രജിസ്റ്ററിലും റിമാർക്ക് എഴുതി നോട്ട് ചെയ്ത് വെക്കാമായിരുന്നു. ഇതൊന്നും അറിയാതെ പോയി, അതാണ് സംഭവിച്ചത്. അപ്പോൾ മാത്രമല്ല, ഈ ബീപ്പ് ശബ്ദം, ഇപ്പോഴത്തെ കൺട്രോൾ യൂണിറ്റിൽ വരുന്ന ഈ ബീപ്പ് ശബ്ദം ഒരു ഒച്ചയില്ലാത്ത ശബ്ദമാണ്, ഒച്ച കുറവാണ് ബീപ്പിന് എന്നൊക്കെ പറയുന്നുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വൈകുന്നേരം ആയാൽ എന്ത് വരും? മെഷീനിൽ ഒരു വോട്ട് കുറവും രജിസ്റ്ററിൽ ഒരു വോട്ട് കൂടുതലുമായിരിക്കും. ടാലിയല്ല. ഇതിൻ്റെയൊക്കെ ദൂഷ്യവശങ്ങൾ എപ്പോഴേ മനസ്സിലാവുള്ളൂ? വൈകുന്നേരം മാത്രമേ മനസ്സിലാവുള്ളൂ. വൈകുന്നേരം അതിനു മുന്നേ നമ്മൾ ടോട്ടൽ അടിക്കുമ്പോൾ തന്നെ മനസ്സിലായെങ്കിലും നമുക്കൊരു പിടുത്തവും കിട്ടില്ല എന്ത് സംഭവിച്ചു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഈ 3 പോളിംഗ് ഉദ്യോഗസ്ഥരും അവരവരുടെ ജോലികളിൽ മുഴുകണം. ആവശ്യമില്ലാതെ നമ്മൾ തമ്മിൽ പോലും സംസാരിക്കരുത്. അവിടെ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വർക്കായിരിക്കണം. അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റും സെക്കൻഡും തേർഡും നമ്മൾ ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കണ്ണും കൈയും തലയും ഒരുപോലെ പ്രവർത്തിക്കേണ്ട ജോലിയാണ് ഈ 3 പേരുടെയും എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അതിൽ തന്നെ എന്നാൽ തേർഡ് പോളിംഗ് ഓഫീസർക്ക് പ്രധാനമായിട്ടും വേണ്ടത് കണ്ണും തലയുമാണ്. അയാൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അയാളുടെ ബ്രെയിന് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ഞാനിതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ആ വൈകിട്ട് ഉണ്ടായേക്കാവുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത്. ഇനി അടുത്ത ചില ടിപ്സ് ഒക്കെയാണ്. അപ്പം നമ്മൾ അത് വളരെ ശ്രദ്ധിക്കുക. എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തം, ഓരോരുത്തരുടെ ജോലി പൂർണ്ണമായിട്ടും അവർ അതിൽ മുഴുകി നമ്മൾ ഡ്യൂട്ടി ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന കാര്യം വളരെ വിനയപരിസരം നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ ഇനി ചില ഉദ്യോഗസ്ഥർ പറയുന്നതൊക്കെ നമ്മൾ ഡ്യൂട്ടി മാറ്റിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ സെക്കൻഡിന് ഓവർലോഡ് അല്ലേ. മഷി കുത്തണം, ഒപ്പിടിക്കണം, പിന്നെ അദ്ദേഹത്തിന് സ്ലിപ്പ് കൊടുക്കണം. എന്നാൽ സ്ലിപ്പ് തേർഡ് പോളിംഗ് ഓഫീസർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. ഈ തേർഡ് പോളിംഗ് ഓഫീസർ സ്ലിപ്പ് എഴുതിയിട്ട് അദ്ദേഹം തന്നെ ഇത് വെക്കേണ്ടതും. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ വരും. ഒന്ന് മാത്രമല്ല, അത്തരത്തിലൊരു ഡ്യൂട്ടി തേർഡ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് മാറ്റിയാൽ തേർഡ് പോളിംഗ് ഓഫീസറുടെ ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധകളൊക്കെ പോകും. അപ്പോൾ ശരിക്കും ഈ തേർഡ് പോളിംഗ് ഓഫീസറാണ് എൻ്റെ അഭിപ്രായത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ. അത്തരം കാര്യങ്ങളിൽ വോട്ടെടുപ്പിന്റെ ഒരു നടത്തിപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലാണ് ശരിക്കും. കൺട്രോൾ യൂണിറ്റിലാണ് ശരിക്കും എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ആ ശ്രദ്ധയൊക്കെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ കൺട്രോൾ യൂണിറ്റിന്റെ ചുമതലക്കാരൻ എന്ന ലേബല് തന്നെ തേർഡ് പോളിംഗ് ഓഫീസർ വന്നിട്ടുള്ളത്, അവർക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്ലിപ്പ് എഴുതുന്ന ഡ്യൂട്ടി ഒന്നും തേർഡ് പോളിംഗ് ഓഫീസറെ ഏൽപ്പിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമ്മൾ വോട്ട് പല രീതിയാണല്ലോ. നമ്മൾ സ്പീഡ് തീരെ കിട്ടുന്നില്ല, ഒരുപാട് വലിയ ക്യൂ ഒക്കെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളും കൂടി ഞാൻ ഈ കൂട്ടത്തിൽ പറയാം. ഒന്ന്, നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് വോട്ടേഴ്സ് രജിസ്റ്ററിൽ എങ്ങനെയാണോ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പൊസിഷൻ, ആ പൊസിഷനിൽ തന്നെ വോട്ടറെ കൊണ്ട് ഒപ്പിടിക്കുക. മനസ്സിലായില്ല? അതായത് ബുക്ക് നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, ബുക്ക് വോട്ടർ എടുത്ത് നേരെ അങ്ങ് കൊടുക്കുക, അങ്ങോട്ട് വെച്ചു കൊടുക്കുക തന്നെ പാടുള്ളൂ. വോട്ടറിന്റെ ഫേസ് ആയിട്ട് ഈ ബുക്ക് തലതിരിച്ച് വെക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒപ്പിടുന്നത് അപ്പൊ തലതിരിച്ചായിരിക്കും എന്നാണ്. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പൊസിഷനിലല്ല ഒപ്പിടുന്നത്, ഒരു കുഴപ്പമില്ല, അങ്ങനെ ഇട്ടാൽ മതി. മറ്റെന്താന്ന്, നമ്മൾ ഈ ക്രമ നമ്പറും ഒക്കെ എഴുതി വോട്ടറിന്റെ ആധാറിന്റെ 4 അക്കോ ആധാർ എന്നൊക്കെ എഴുതിയിട്ട്
ഈ രജിസ്റ്റർ ഒന്ന് തിരിച്ചു വെച്ചു കൊടുക്കണം. ആ തിരിച്ചു വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ കോളം അങ്ങനെ തന്നെ കൊടുത്താൽ മതി. നിങ്ങൾ ഒപ്പിട്ടോളാൻ പറയാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ ഒപ്പിടാം. നമുക്കവിടെ സെക്കൻഡുകൾ ലാഭിക്കാൻ പറ്റും അവിടെ. അതാണ് ഒരു പോയിന്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വോട്ടർ, നമ്മൾ സെക്കൻഡ് പോളിംഗ് ഓഫീസറെ വോട്ടറിനെ കൊണ്ട് ഒപ്പിടുവിക്കുന്നു. പിന്നെ വോട്ടർക്ക് ഏത് ഐ ഡി ആണ്, എപ്പിക്കാണ്, എപ്പിക്കെന്ന് എഴുതുന്നു. ഇതൊക്കെ കഴിഞ്ഞ് രജിസ്റ്റർ ഒപ്പിടാൻ വേണ്ടി തിരിച്ചു വെച്ചു കൊടുക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ പൊസിഷൻ എങ്ങനെയാണോ അവിടുന്ന് തന്നെ വോട്ടർ ഒപ്പിട്ടോട്ടെ. ആ ഒപ്പ തലതിരിഞ്ഞ ഒപ്പായിരിക്കും. അതായത് സെക്കൻഡ് പോളിംഗ് ഓഫീസറെ എങ്ങനെ എഴുതുന്നു, വോട്ടർ മറ്റേ തിരിച്ച് ഒപ്പിടുന്നു. ഒരു കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ മതി. വളരെ സുഖമാണ്. മറ്റേ ഓരോ തവണയും ബുക്ക് തിരിച്ചു വെക്കുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവും, ടൈം കൺസ്യൂമിങ്ങും ആയിരിക്കും. രണ്ടാമത്തത്, കഴിയുമെങ്കിൽ സെക്കൻഡ് പോളിംഗ് ഓഫീസർ, സ്പീഡ് കൂട്ടാനാണ്, സെക്കൻഡ് പോളിംഗ് ഓഫീസർ വോട്ടറുടെ കയ്യിൽ സ്ലിപ്പ് കൊടുക്കാതെ നേരിട്ട്, നല്ല ശ്രദ്ധ വേണം അങ്ങനെ ചെയ്യുമ്പോൾ, നേരിട്ട് തേർഡ് പോളിംഗ് ഓഫീസർക്ക് സ്ലിപ്പ് കൊടുക്കുക അടുത്തിരുന്നാൽ. അപ്പോൾ എന്തുവരും, ചില വോട്ടർമാർ ഈ സ്ലിപ്പൊക്കെ മേടിച്ചിട്ട് സാറേ ഇനി എന്താ ചെയ്യണ്ടേ, അവിടെ കൊടുക്ക്, എവിടെ കൊടുക്ക്, അവിടെ കൊടുക്ക്, അവിടെ കൊടുക്കുന്നു തേർഡ് പോളിംഗ് ഓഫീസർ, ഇങ്ങനെ പറയുമ്പോൾ അവിടെ നമുക്ക് ഒരു 25-30 സെക്കൻഡ് എന്തായാലും പോയി പോകും. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കാം കേട്ടോ, വേണമെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് പോളിംഗ് ഓഫീസർ സ്ലിപ്പ് എഴുതി കഴിഞ്ഞാൽ നേരിട്ട് വോട്ടറുടെ കൈ കൊടുക്കാതെ വോട്ടർ പോകുന്നതിനനുസരിച്ച് തേർഡിൻ്റെ അടുത്തേക്ക് കൊടുക്കുക. ഇത് വളരെ ശ്രദ്ധ വേണ്ട, ഈ വോട്ടറുടെ ആണ് അത് എന്ന് പറഞ്ഞ് അല്ല, ഇതിൽ പോകേണ്ടതാണത്. അങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബാലറ്റ് അമർത്താം. സാറ് ഇത് വോട്ടർ പോയിക്കൊള്ളാൻ പറയുക ബാലറ്റ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക്. അപ്പൊ ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ, എല്ലാത്തിലും ഒന്നും നമുക്ക് ഇത് ഫ്ലെക്സിബിൾ അല്ല, എല്ലാം ഫ്ലെക്സിബിൾ അല്ല. കാര്യങ്ങൾ എടുത്തു മറിക്കാനൊന്നും പറ്റില്ല. മൊത്തത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ പിന്നെ ശ്രദ്ധയൊക്കെ കൊടുത്ത് നമുക്ക് സ്പീഡ് കൂട്ടാം എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ അപ്പം നിങ്ങൾ പിന്നെ ശരിക്കും ഞാനിത് പറയാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഒരുപക്ഷെ ഈ തലേന്ന് തന്നെ പ്രിസൈഡിങ് ഓഫീസറുടെ എല്ലാവരും ഇതൊന്നും ഡ്യൂട്ടി ഒന്നും മനസ്സിലാക്കിയിട്ടായിരിക്കില്ല വരിക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പോളിംഗ് ഓഫീസർമാർക്ക് അവരുടെ ഡ്യൂട്ടികൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, എല്ലാം മനസ്സിലാക്കിക്കണം. ആ വോട്ടിങ്ങിന്റെ നടപടിക്രമം പൂർണ്ണമായിട്ട് അവരെ മനസ്സിലാക്കിക്കണം. ലൈറ്റ് കത്തുന്നതും ബീപ്പ് ശബ്ദം കേൾക്കുന്നതും മുറിഞ്ഞു വീഴുന്നതും എല്ലാം എല്ലാ ഓഫീസർമാരും മനസ്സിലാക്കിയിരിക്കണം. മോക്ക് പോൾ എങ്ങനെ ചെയ്യണമെന്ന് എല്ലാ ഓഫീസറും മനസ്സിലാക്കിയിരിക്കണം. അവരാണ് ഈ മോക്ക് പോൾ ചെയ്യേണ്ടത്. ആ സീലിംഗ് പഠിപ്പിച്ചിരിക്കണം. പേപ്പർ കവർ, ഫോംസ് സെറ്റ്, എല്ലാത്തിനെ പറ്റി ഒരു ധാരണ എല്ലാ ഓഫീസർമാർക്കും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരിക്കണം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഭാഗത്ത് നിന്ന്. നിങ്ങളിപ്പോൾ ഈ പ്രിസൈഡിംഗ് ഓഫീസർമാർ ശ്രദ്ധിക്കുമ്പോൾ ഈ വീഡിയോസ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഫസ്റ്റ്, സെക്കൻഡ് പോളിംഗ് ഓഫീസർമാർക്ക് ഒന്ന് അയച്ചു കൊടുത്താൽ മതി. അവർ കാര്യങ്ങൾ ബോധ്യപ്പെടും. കുറച്ചുകൂടി അവർക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യവും ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുന്നൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് ഈ വീഡിയോ കേൾക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ എന്ന ഒരു ചിന്ത അവരിൽ വരികയും കുറച്ചുകൂടി സീരിയസ് ആവാനും ഗൗരവത്തിൽ കാര്യങ്ങൾ എടുക്കാനും ഒക്കെ അവർക്കും കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരും പറയണ ഇത് എത്ര 10-25 കൊല്ലമായി തുടങ്ങിയിട്ട്, ഇനിയിപ്പോൾ എന്ത്, ഇതിപ്പോൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം എങ്കിൽ പോലും നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കേൾവികൾ കേൾക്കുന്നത് നമുക്ക് സഹായിക്കും. പിന്നെ അത് ശ്രദ്ധിക്കുക. വൈകുന്നേരം ഏറ്റവും നല്ല ഫിനിഷിങ് വൈകുന്നേരം ഉണ്ടാകട്ടെ. ഇപ്പം ഞാനിതൊക്കെ പറഞ്ഞത് വീണ്ടും ആ വാചകം ഞാൻ പറയുകയാണ്. ഏറ്റവും നല്ലത് നമ്മൾ പ്രതീക്ഷിക്കുക, എന്നാൽ ഏറ്റവും മോശമായതിനെ നേരിടാൻ തയ്യാറെടുക്കുക. എക്സ്പെക്റ്റഡ് ഫോർ ദ ബെസ്റ്റ് ബട്ട് പ്രിപ്പയർ ഫോർ ദി വേസ്റ്റ്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.